ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 1.5 വർഷത്തിന് ശേഷം പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോയ കാര്യം. നമ്മൾ ദൂരേക്കൊന്നും അല്ലട്ടോ പോയത്. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആതിരപ്പള്ളിയിലാണ് പോയത്. നമ്മളൊരു ഒരു ഫ്രണ്ട് ത്രൂ നമ്മൾ അവൻ്റെ കോൺടാക്ട് വെച്ചിട്ട് അവിടെ ഒരു സ്റ്റേ ഒക്കെ റെഡി ആക്കിയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ വലിയ സ്റ്റേ ഒന്നല്ല, ഒരു ഫാം ഹൗസിൽ ഒരു കുഞ്ഞ് റൂം, അത്ര ആ ഒരൊറ്റ സെറ്റപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര കാമൻ കോയറ്റായിരുന്നു. ആരും എന്തുണ്ടായിരുന്നില്ല, നമ്മുടെ ശല്യത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് പിക്ക് ചെയ്യുന്നത് ഇതേ ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് പോയില്ല, അതാണ് ഷിനോ ചേട്ടൻ. ഷിനോ ചേട്ടനോട് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ, അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് പുള്ളി. അപ്പം നമ്മൾ പുള്ളി അവിടെ നമ്മളെ എത്തിയപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ ആദ്യം കൊണ്ടുപോയത് പുള്ളിയുടെ റംബൂട്ടാൻ ഫാമിലോട്ടോ. എന്തോരം റംബൂട്ടാനാണോ! എൻ്റെ വീട്ടിൽ റംബൂട്ടാനുള്ള ആളാട്ടോ. പക്ഷേ അതൊന്നും റംബൂട്ടാനേ അല്ല. അതൊന്നും ഒരു ടേസ്റ്റ്, ഒരു മധുരമുണ്ട് അത്രേ ഉള്ളൂ. പക്ഷെ ഇതാണ് ഒറിജിനൽ റംബൂട്ടാൻ. ഒറിജിനൽ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഉണ്ടല്ലോ, അതാണ് ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഇത് ലീസിന് കൊടുത്തിരിക്കുകയാണ്. അവർ ലീസിനെടുത്തവർ അത് വന്നിങ്ങനെ കായ പഴുത്തത് അടുത്തോണ്ട് പോവാ തോന്നുന്നു. എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള സാധനമാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് ഇവരൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. അതായത് നമ്മൾ ആ ആതിരപ്പള്ളി ചുറ്റുവട്ടത്ത് മുഴുവൻ ഈ റംബൂട്ടാൻ കേട്ടോ. എന്തൊരു ഭംഗി! നല്ല റെഡ് ലിപ്സ്റ്റിക് റെഡ് ഇല്ലേ, അതുപോലത്തെ കളറ്. അങ്ങനെ നമുക്കും കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. യാക്കൂന് ഈ റംബൂട്ടാൻ എൻ്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓൾറെഡി അത് തൊടുമ്പത്തിന് അവനെന്തോ ഒരു പേടി, അത് ചക്കയ്ക്ക് അവനൊരു ഒരു പേടിയുള്ള സാധനമാണ്. അവനെ കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഇതേ പുള്ളിയുടെ ഫാം ഹൗസിലേക്ക് എത്തി. ഞാനും വിശാഖും റെസ്റ്റ് എടുത്ത് വൈകിട്ട് മാത്രമേ പുറത്തിറങ്ങുള്ളൂ എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഊണ് കഴിച്ചിട്ടില്ല, അതിനും കഴിക്കാൻ ഇറങ്ങണമായിരുന്നു. അങ്ങനെ റൂം വലിയ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ല. നല്ല ഓക്കെ ആയിരുന്നു റൂം. ഞങ്ങളൊരു ഫാമിലിയും പിന്നെ അതുപോലെ വലിയൊരു ഫാം ഹൗസും, എന്തായാലും നല്ല സെറ്റപ്പ് സ്റ്റേ ആയിരുന്നു. ഭയങ്കര കാമൻ ക്വയറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഊണ് കഴിച്ചത് അത്ര എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിരപ്പള്ളി ജസ്റ്റ് ഇങ്ങനെ കാണാൻ ഇറങ്ങാം എന്നിങ്ങനെ വിചാരിച്ചിറങ്ങിയതാണ്. കാരണം നമ്മൾ വന്ന സമയം നല്ല ഉച്ചയായിരുന്നു. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയത്. നമ്മൾ ഭക്ഷണം കഴിച്ച ഷോപ്പിന് പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിനകത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ തീരെ അഫോർഡബിൾ പ്രൈസ് അല്ലായിരുന്നു, ഭയങ്കര റേറ്റ്. സാധാ നോർമൽ എന്താ പറയാ ഫുഡ് തന്നെയാണ്. അങ്ങനെ ഭയങ്കരമായ ഫുഡൊന്നും അല്ല, പക്ഷെ എന്നാലും ഭയങ്കര റേറ്റ് ആയിരുന്നു. രണ്ടാളെ ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം 750 രൂപയും. എന്താ മേടിച്ചത്? ഒന്നും മേടിച്ചില്ല. 2 ഫ്രൈഡ് റൈസും ഒരു ചെമ്മീൻ കറി, ഇത് മാത്രമേ മേടിച്ചത്. പക്ഷെ 750 രൂപയും. മേ ബി ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളിത് ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്താൻ പോണ വഴിക്ക് തന്നെ. അപ്പോൾ ഞങ്ങളിതേ പോകുന്ന വഴിക്ക് ബാക്കി കാണിച്ചു. ഫുഡിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. ചിലർ 2 ഫ്രൈഡ് റൈസും ഒരു ചെമ്മീൻ റോസ്റ്റൊക്കെ ആ ഒരു പ്രൈസിൽ അഫോർഡബിൾ ആണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, അതായിരുന്നു പ്രശ്നം. അങ്ങനെ ഞങ്ങളിതേ ആതിരപ്പള്ളിക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ദൂരത്താട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആതിരപ്പള്ളിക്ക് ഒരു 8 കിലോമീറ്റർ ഉണ്ട് നമ്മളവിടുന്ന് സ്റ്റേ ചെയ്തിടത്തുനിന്ന്. പക്ഷേ ഞങ്ങൾ ഇറങ്ങാം, അതായത് അവിടെ പോകാമെന്ന് വിചാരിച്ച സമയത്ത് യാക്കു നല്ല ഉറക്കമായി. പിന്നെ അവനെ ശല്യം ചെയ്യാൻ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയില്ല. നമ്മളെപ്പോലെ തന്നെ യാത്രാ ക്ഷീണം കുട്ടിക്കും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. പക്ഷെ യാത്രാ ക്ഷീണം എന്നൊന്നും പറയാനുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി ഇറങ്ങിയില്ല. ഞങ്ങൾ നേരെ മുന്നിലോട്ട് പോവുക ചെയ്തു. ഈ സമയത്ത് പോണ വഴിക്കുള്ള വെള്ളച്ചാട്ടമുണ്ട്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. അവിടെയും നല്ല റഷായിരുന്നു. പിന്നെ മാത്രമല്ല അവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴച്ചാറ്റൽ. അപ്പോൾ പിന്നെ യാക്കുവിന് അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതി ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. കാരണം ഞങ്ങൾ സൺഡേ ഇതൊന്നും കാണാന്നുള്ള പ്ലാൻ ഇല്ല. പിന്നെ കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ മാത്രം പോയതാണ്. അങ്ങനെ ഞങ്ങൾ യാക്കും ഉറങ്ങായതുകൊണ്ട് ആതിരപ്പള്ളി ഇറങ്ങില്ല, വാഴച്ചാൽ ഇറങ്ങില്ല. ഞങ്ങൾ എന്തായാലും നാളെ ഇവിടെ ഉണ്ടല്ലോ, അപ്പം നാളെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തിരക്കും സൺഡേ ആയതുകൊണ്ട്. ഞങ്ങളിത് വാഴച്ചാൽ പോയപ്പോഴും ഉറങ്ങുകയാണ്. ആതിരപ്പള്ളി ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവരുടെ ആ എൻട്രൻസ്, അത് കഴിഞ്ഞ് ജസ്റ്റ് ആ എൻട്രൻസിന് കഴിഞ്ഞ നെക്സ്റ്റ് ഒരു ഷോപ്പായപ്പോഴത്തേക്കും യാക്കു കണ്ട് ഉറങ്ങും. ഇനി തിരിക്കേണ്ട, നല്ല റഷാണ്, റോഡ് മുഴുവൻ ജാമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ തിരിക്കാതെ പോന്നു. ഇനി നാളെ രാവിലെ പോകണം, എന്നിട്ട് നാളെ രാവിലെ കാണാമല്ലേ യാക്കു, അങ്ങനെയല്ലേ? നമുക്ക് നാളെ രാവിലെ കാണും. പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാട്ടോ ഞങ്ങൾ വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിക്കാം എന്ന് കരുതി നിർത്തിയതാണ്. എന്തിനറിയോ, അവനെ വിശാഖ് പുറത്തു പോയി ചായ മേടിക്കാൻ വേണ്ടിയിട്ട്, ചായ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ മഴച്ചാറിലോ തണുപ്പൊന്നും അവൻ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങാതിരിക്കും. അതിന് കറിയില്ല, ചിരിക്കാണ്, കരച്ചിലും കരയിൽ പ്ലസ് ചിരിക്കലാട്ടോ. സോ ഞങ്ങൾ ഇന്ന് വേറെ എവിടെയും പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഞങ്ങള് എന്താ പറയാ, റൂമിൽ പോവാം, ഫുഡൊക്കെ മേടിച്ച് റൂമിൽ പോയിട്ട് അവിടെ വെറുതെ ഇരിക്കാം. നല്ല ഒരു ഫാം ഹൗസ് ആണല്ലോ.
അപ്പോൾ പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല സെറ്റപ്പൊക്കെയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ നമ്മൾ പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം സൺഡേ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മൾ പോവുമല്ലോ, വീക്കെൻഡ് കഴിഞ്ഞില്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ സമയമായിട്ടില്ല, ഇനിയും വൈകുന്നു, ആളുകൾ പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ നല്ല തിരക്കല്ലേ, ഇവനെയും കൂടെ അത്ര റഷിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ച് റൂമിക്ക് പോകണം. ഇവിടെ ഒരാള് വാശിയല്ല, കുറുമ്പ് 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 പിടിച്ചിരിക്കണം. അപ്പൊ പിന്നെ ഞാൻ ബാക്കി റൂമിൽ പോയിട്ട് പറയാട്ടോ. ഞങ്ങൾ നേരത്തെ പാർക്ക് ചെയ്തിടത്തുനിന്ന് ചായ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളിക്ക് സിൽവർ സ്റ്റോം ഉണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് വെറ്റിലപ്പാറ പാലം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ ഞങ്ങൾ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തട്ടുകടകളുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ചായ കുടിക്കാമെന്ന് കരുതി. ഈ സിൽവർ സ്റ്റോമിൻ്റെ കുറച്ചടുത്തായിരുന്നു നമ്മൾ, കുറച്ചല്ല, നല്ല ക്ലോസ് അടുത്താണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം ചായ കുടിക്കാൻ നിർത്തിയില്ല. അപ്പോൾ അവരാ പറഞ്ഞത് ഇവിടെ ചായക്കട ഉണ്ടാവും, അവിടെ പോയിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അവരാണ്. ഇത് അടിപൊളിയാട്ടോ. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു സ്ഥലത്തുള്ള ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു പാലം, പാലത്തിന് സൈഡിലൊക്കെ ഇത് നമുക്കിങ്ങനെ പുഴയിലോട്ട് ഇറങ്ങാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ദേ ആ കാണുന്ന അവിടെ നിന്നാണ് വെള്ളച്ചാട്ടം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാടി ഇത് ചാലക്കുടി പുഴയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടൊന്ന് മഴ ചാറിയപ്പോൾ ഞങ്ങൾ കയറി. പിന്നെ അവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ചു. നമ്മുടെ അവിടുത്തെ തട്ടുകട, അവിടുത്തെ ചേട്ടനുണ്ട്, ഇയാൾക്ക് എന്തൊക്കെയൊക്കെയോ കാക്കൂക്കൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളി തിരിച്ച് അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോർലിക്സ് മേടിച്ചു, പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും, നേരെ വീട്ടിലെത്തി. പിന്നെ നമ്മൾ വീട് മീൻസ് അവിടെ ഫാം ഹൗസിലെത്തി. അങ്ങനെ നമ്മൾ എന്താ പറയുക, നൈറ്റ് നമ്മൾ പുറത്തൊന്നും പോയില്ല. നമ്മളോട് പുറത്ത് പോവണ്ട, നൈറ്റ് ഭക്ഷണം മേടിച്ച് പോയിക്കോളൂ എന്ന് ആ തട്ടുകടയിൽ നിന്ന് തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആന ഇറങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല. നമ്മൾ ഫുഡ് വിളിച്ച് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് തരിക ചെയ്തത്. നോർമൽ ചപ്പാത്തി ചിക്കനാണ് നമ്മൾ നൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇയാൾക്ക് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രി. പക്ഷെ നല്ല നല്ല കാമൻ നമ്മൾ നമ്മുടെ ഒരുപാട് സ്ട്രെസ്സൊന്നും ബുദ്ധിമുട്ടുന്നൊക്കെ ഒന്ന് മാറി ഒരു എക്സ്ട്രാ എന്താ പറയുക, ഒരു പീസ് എടുത്ത് നിൽക്കാം എന്നുള്ളൊരു ആ ഒരു മൂഡൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ യാത്ര പോകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അങ്ങനെ രാത്രി ഈ പറഞ്ഞ പോലെ യാക്കു വീണ്ടും ഉണർന്നു. പിന്നെ യാക്കുവിനായിട്ട് കുറേ നേരം കളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, കുറേ നേരം ആ മുറ്റത്തൊക്കെ നടന്നിട്ടാണ് ഞങ്ങൾ രാത്രി എന്ന് പറഞ്ഞാൽ എന്നും ലേറ്റ് ആവുന്ന അത്ര തന്നെ ഞങ്ങൾ രാത്രി ആക്കിയില്ല. ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ഈ പറഞ്ഞതുപോലെ നേരത്തെ യാക്കു നേരത്തെ എണീപ്പിച്ചു. അത് അവൻ്റെ റുട്ടീനാണ്, അവൻ നേരത്തെ എണീപ്പിക്കുന്നുള്ളത്. അങ്ങനെ വീണ്ടും അതേ രാവിലെയായി. ഞാൻ ഒരു എന്താ പറയുക, ആ ഒരു വില്ല എന്നല്ല, കോട്ടേജിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ റൂം കൂടി ഉണ്ട്. അവിടെ ഫാമിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിങ്ങനെ ഉമ്മറത്ത് വന്നിരിക്കുന്നതുകൊണ്ടൊന്നും ആർക്കും ശല്യമാവില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ട് യാക്കൂന് തൊപ്പി കിട്ടും. കാരണം വീട്ടിലാണെങ്കിൽ അവന് പുറത്തിറങ്ങി നടക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അവൻ അവിടെയും പുറത്തിറങ്ങി നടക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവന് രാവിലെ ഫുഡ് കൊടുക്കാൻ ഇൻസ്റ്റന്റ് ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കൊടുക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ ഓരോ സ്പോട്ടൊക്കെ തപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്തും നല്ല അടിപൊളി കോടൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കണ്ടില്ലേ, ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. കാരണം അവന് എവിടെയെങ്കിലും ഇരുന്ന് ഫുഡ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും നല്ല അടിപൊളി മോർണിംഗ് ആണ്. പക്ഷേ എനിക്ക് ചെറിയ അലർജി പ്രശ്നം വന്നു എന്നൊരു സംശയം. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് റൂമിൽ പോയി ഫ്രഷപ്പായി വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പോകാൻ പറ്റിയില്ലല്ലോ ആതിരപ്പള്ളി. അപ്പോൾ മൺഡേ ആണെങ്കിലും കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും യാക്കോനും കൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നല്ല വഴുക്കലുണ്ട്. തലേ ദിവസത്തെ മഴയുടെയും രാത്രിത്തെ മഴയുടെയൊക്കെ രാത്രി ഒരു പുലർച്ചെ ആവാറാകുമ്പോൾ ലേശം എന്തോ മഴ പെയ്തു തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒരു വഴുക്കലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടി. അവനെയും കൊണ്ട് അതിരപ്പള്ളിക്ക് താഴേക്ക് ഇറങ്ങി. ഞാൻ ചെറുപ്പത്തിൽ, അതായത് ഞാൻ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ പോയിട്ടുണ്ട്, വിശാഖം ഇതിന് മുന്നേ പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഓർമ്മ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവനെയും കൊണ്ട് അത്ര റിസ്ക് എടുക്കാനൊരു പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ റോഡ് സൈഡിലുണ്ടല്ലോ വ്യൂ, അവിടെ വ്യൂ പോയിന്റിൽ പോയി നിന്ന് ഞങ്ങൾ കുറേ നേരം കണ്ടു. പിന്നെ ഇത് റെയിൻ ഫോറസ്റ്റ്, അതിരപ്പള്ളിനെ പറ്റി ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം തന്നെ, മിക്കവാറും ആളുകൾ പോയിട്ടുള്ള സ്ഥലവും അറിയുന്നത്. പക്ഷെ എന്തായാലും ഞാനൊരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സ്ട്രെസ് ഫ്രീ ആയിരുന്നു ആ 2 ദിവസം എന്നുള്ളത് കൊണ്ടാട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അതായത് നമ്മൾ 12 മണിയാകുമ്പോഴത്തേക്കും വെക്കേറ്റ് ചെയ്ത് പുളിശ്ശിനാവിലായതുകൊണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് അവിടെ ഒരു ഡാം ഉണ്ടല്ലോ, ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഓക്കെ, ഞാൻ ഓർമ്മ വിചാരിച്ച് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് തരാം. ഞാൻ മറന്നുപോയി. അവിടെ ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ പോയിട്ട് യാക്കും ഈ ബട്ടർഫ്ലൈ ആണ് ആകെ ഈ ഒരു യാത്രയിൽ നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെള്ളച്ചാട്ടം നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു പ്രായമല്ലല്ലോ.
അങ്ങനെ ഞങ്ങളെ ഈ ഡാം വിസിറ്റ് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ജേർണിയിൽ. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് തൃശ്ശൂർ 2, 3 ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ